നമ്മുടെ ലേറ്റർ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലേറ്റർ സ്റ്റോറിന്റെ റെഡ് ലേബലാണ്. സോ റെഡ് ലേബിള് നമ്മൾ ഇനീഷ്യലി 12 ml ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ലേറ്റർ സ്റ്റോറിലെ എല്ലാ പ്രൊഡക്ട്സും 12 ml മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്നതായിരുന്നു. കാരണം നമ്മളോരോ എന്തൊരു സംഗതിക്ക് ഇറങ്ങുമ്പോഴും ഒരു ഇനീഷ്യൽ സ്റ്റഡീസ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ തന്നെ എന്താ പറയുക സിഗ്നേച്ചർ സെൻസിൽ ബ്ലിസ് പാരിസ് 30 ml 50 ml വരുന്നുണ്ട്, പിന്നെ ഗ്രാൻഡ് ലെക്സിയിൽ 30 ml വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അങ്ങനെ 30 ml കൊണ്ടുവരണ്ട എന്ന ഒരു കാൽക്കുലേഷനിലായിരുന്നു. പക്ഷേ ആ 12 ml യൂസ് ചെയ്ത് ആൾക്കാർക്കൊക്കെ അതിൻ്റെ വലുത് വേണം. അപ്പം പിന്നെ ഞാൻ നിർബന്ധിതനായി അത് വലുത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. സോ അങ്ങനെ ഈ റെഡ് ലേബിൾ ഇത് 50 ml ആണ്. 50 ml ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. ഓക്കെ, ഇത് 50 ml ഇനി ഇത് 30 ml. അപ്പം ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. ഇത് മാത്രമല്ല 20 ml ഉണ്ട്. അപ്പോൾ ഇത് നേരത്തെ 10 ഉണ്ടായിരുന്നു. 10 ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. 10 ഒരു വലിയൊരു പ്രശ്നം, അതിൻ്റെ ബോട്ടിൽ നല്ല എക്സ്പെൻസീവ് ആണ്. 10 ആ ഒരു നീളത്തുള്ള ബോട്ടിൽ അത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ബോട്ടിലാണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് പെർഫ്യൂം നമുക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാൻ കഴിയില്ല. പലരും കരുതും പെർഫ്യൂംസിന് എന്തുകൊണ്ടാണ് ചെറിയ പെർഫ്യൂംസിന് റേറ്റ് കൂടുന്നത്. ചെറിയ പെർഫ്യൂംസിന് റേറ്റ് കൂടാനുള്ള കാര്യം അതിൻ്റെ ബോട്ടിലിന് നല്ല വില വരും. അത് ഇനിയിപ്പോൾ വലുതാണെങ്കിലും ബോട്ടിൽ പ്രൈസ് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു ചെറിയ ഡിഫറൻസുകളേ ഉണ്ടാവുള്ളൂ. പക്ഷേ വലുതിൻ്റെ ആ ഒരു പ്രപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോട്ടിലിൻ്റെ പ്രൈസ് ഒരു പ്രശ്നമേ അല്ല. കാരണം ഓൾറെഡി പ്രൊഡക്റ്റിന് ഒരു റേറ്റ് ഉണ്ടാവും, അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ബോട്ടിൽ റേറ്റ് വരുള്ളൂ. പക്ഷേ ചെറിയ പെർഫ്യൂമിനോളം റേറ്റ് ബോട്ടിലിന് വരുമ്പോൾ പിന്നെ അതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ പിന്നെ കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യാന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ സംഭവം ഡിസ്കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ റെഡ് ലേബിൾ ഇങ്ങനെ 2 സൈസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് രണ്ടും എപ്പോഴും ഉണ്ടാവും, 15 30 ഉണ്ടാവും. അപ്പോൾ 30 ml 590 ആണ് പ്രൈസ് വരുന്നത്, ഇതിന് 890 ആണ് പ്രൈസ് വരുന്നത്. ഇത് രണ്ടും ഇപ്പോൾ അത്യാവശ്യം നമ്മളൊരു എന്താ പറയുക ഒരു ടോപ്പ് സെല്ലിംഗ് പെർഫ്യൂംസ് ആണ് ഈ 2 ക്വാണ്ടിറ്റിയിൽ. പിന്നെ ഇങ്ങനെ 30 ml വരുന്നത് ഇൻസിഗ്നിയാണ്, CK1, അതും അവൈലബിൾ ആണ്. ബാക്കിയൊക്കെ നമ്മൾ 20 ml എല്ലാം 20 ml മാറ്റി. എന്താ വെച്ചാൽ ഇനി ചെറുത് ഈ 10 ml 12 ml ഈ സംഭവങ്ങൾ സോഴ്സ് ചെയ്യുന്നതിനേക്കാൾ ഈസി 20 ml ആകുമ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ്. ഓൾറെഡി 290 ആണ് എന്താ 12 ml വരിക എന്നൊരു ചെറിയൊരു പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് 20 ml വലിയ ബോട്ടിൽ കിട്ടുമ്പോൾ എനിക്ക് തോന്നി അതാണ് ഒന്നുകൂടി കൺവീനിയൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ്, ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവർക്ക് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് അറിയാണ്ടാവും. ഇത് ആക്ച്വലി ഇതിങ്ങനെ ജ്യൂസൊക്കെ ഇങ്ങനത്തെ കളർ കേട്ടോ. ഇത് ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ എന്ന് പറയാൻ പറ്റൂല. ഇനി ഇവിടെ രണ്ട് കളറ് കാണുമ്പോൾ ചിലർക്ക് ഒരു ഡൗട്ടാണ്, അതെന്താണ് 2 കളറിൽ കാണുന്നത് എന്നുള്ളത്. ചെറിയൊരു വ്യത്യാസം തോന്നും. അതെന്താണെന്ന് വെച്ചാൽ വലിയ ബോട്ടിലേക്ക് വരുമ്പോൾ ഒരു സാധനത്തിൻ്റെ ആ ഒരു ഡെൻസിറ്റി ഇങ്ങനെ കൂടി വരും. ഇത് നമ്മൾ 8 ml ആയാലും ഇതിനേക്കാൾ ലൈറ്റർ ആവും, 100 ml ആകുമ്പോൾ ഇതിനേക്കാൾ ഡാർക്ക് ആവും. അത് വലിയ ബോട്ടിലേക്ക് വരുന്നതിനനുസരിച്ച് ഈ ഒരു കളറിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അത് പെർഫ്യൂംസിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇത് രണ്ട് കളറല്ല, ഒരേ സാധനം തന്നെ ചെറിയ ഒരു ബോട്ടിൽ വലുപ്പ വ്യത്യാസം വരുമ്പോൾ വരുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ഒരു ഫ്രഷ്നെസ് ഓപ്പണിങ്ങിൽ, അതായത് ഗുച്ചി നോബിൾ പെർഫ്യൂം എന്ന് കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ് ആണ് ഇതിൻ്റെ ഓപ്പണിങ്ങിലുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൻസിറ റെഡ് ടൊബാക്കോയിലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു ചെറിയൊരു സ്വീറ്റി, ഒരു എന്താ പറയുക ഒരു വുഡി പോലത്തെ ഫ്രാഗ്രൻസ്, ഇത്തിരി ഒരു സ്മോക്കി ആയിട്ട് അതും നമുക്കിവിടെ ഫീൽ ചെയ്യും. ഈ 2 സംഭവങ്ങൾ ഇതിൽ വിസിബിൾ ആണ്. ഇതിൻ്റെ പുറമെ ഒരിത്തിരി ഒരു എന്താ പറയുക ഒരു സ്വീറ്റി വുഡി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടി ഒരു ഡെപ്ത് ഉള്ള ഫ്രാഗ്രൻസൊക്കെയാണ് ഈ സാധനം പോകുന്നത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. ഇത് ഏതിൻ്റെയും ഒരു സിംഗിൾ പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കോമ്പിനേഷൻ ഓഫ് പെർഫ്യൂംസ് ആണ്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊന്നുമല്ല, ഇത് ഇങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ബ്രാൻഡ് ഇത് നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ റെഡ് ലേബിൾ എന്ന് പേര് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. നമുക്കൊരു 8-9 ഹവേഴ്സിൻ്റെ ഒക്കെ മേലെ പോകും. 12+ ഹവേഴ്സ് കിട്ടും നമ്മൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ എൻ്റെ ഫാദർ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഞാനിത് ഒരിക്കൽ ഈ ഒരു പെർഫ്യൂം ഞാൻ ആർക്കോ ഈ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉള്ള സമയത്ത് ഞാൻ എല്ലാ റൂമിലും ഇത് അപ്ലൈ ചെയ്ത് പോയി. അപ്പോൾ പിന്നീട് ഫാദർ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആ അപ്ലൈ ചെയ്ത പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നമ്മുടെ ലേറ്റർ സ്റ്റോറിലുള്ളതാണ്, റെഡ് ലേബിളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തരുന്ന ഒരു ബോട്ടിൽ എനിക്ക് വേണമെന്നാണ്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ കൊടുത്തപ്പോൾ ഇപ്പോൾ
ഫാദർ ഇപ്പം താഴെ അവിടെ റൂമിൽ അപ്ലൈ ചെയ്താലും എനിക്ക് സ്മെല്ല് ഇങ്ങോട്ട് കിട്ടും. അത് നല്ല സ്പ്രെഡാവും. ഇനിയിപ്പോൾ ആൾ പുറത്തു പോയാലും ഇവിടെയൊക്കെ അതിൻ്റെ സ്മെല്ല് ഉള്ളിൽ നിൽക്കും. അങ്ങനത്തെ ഒരു എന്താ പറയുക, കൂടുതൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ആവുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ റെഡ് ലേബലിലുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.